lovelies, welcome back to my channel. എൻ്റെ പേര് അഭിന. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഓൾറെഡി ഞാൻ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കാഷ്വൽ ഡേ ഔട്ടിന് വേണ്ടിയിട്ട്. ഇന്ന് ചെയ്യുന്നത് ഒരു വൈറ്റ് ചുരിദാറിൽ എങ്ങനെ നമ്മൾക്ക് റെഡി ആവാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. വൈറ്റ് ചുരിദാർ ഇടുമ്പോൾ മോസ്റ്റ്ലി കുറച്ചൊരു കളറ് ഒരു ഇരുനിറമൊക്കെ ഉള്ള ബീറ്റിഷ് സ്കിന്നുള്ളവർക്കൊക്കെ എനിക്കും ഓൾമോസ്റ്റ് നമ്മൾ കറുത്ത് കിടക്കുന്ന പോലെയാണ് തോന്നാറ്. മോസ്റ്റ് ഓഫ് ദ ടൈമും വൈറ്റ് ഇടുമ്പോൾ നമ്മളുടെ ഫേസിലുള്ള കളർ മൊത്തം ഡിമ്മായി ഡള്ളായി കിടക്കുന്ന പോലെയാണ് തോന്നാറ്. സോ വൈറ്റ് പ്രിഫർ ചെയ്യാണ്ടിരിക്കുന്നതിൻ്റെ ഒരു റീസൺ തന്നെ അതാണ്. കുറേ പേർക്ക് വൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് കറുത്തിരിക്കും എന്നുള്ള ആ ഒരു ഫീലിംഗ് ഉള്ളതുകൊണ്ട് അത് ഓൾമോസ്റ്റ് ശരിയാണ്. നമ്മളുടെ ഫേസ് ഭയങ്കര ഡള്ളായിട്ടും ആ വൈറ്റ് ഡ്രസ്സിലുള്ള ആ വൈറ്റ് നല്ലോണം പോപ്പ് ഔട്ട് ചെയ്ത് കിടക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ഡ്രസ്സിൻ്റെ വൈറ്റിനെ കുറച്ച് നള്ളിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മേക്കപ്പാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ മുന്നേ ചെയ്തതിൽ നിന്നും കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റ് ചുരിദാർ എന്ന് പറയുന്നത് ഞാൻ ഫ്രം സ്ക്രാച്ച് ഉണ്ടാക്കിയതാണ്, അല്ലാതെ ഞാൻ റെഡിമെയ്ഡായിട്ട് വാങ്ങിയതല്ല. ഞാൻ ഓരോ ഐഡിയാസ് വെച്ചിട്ട് ഉണ്ടാക്കിയൊരു ചുരിദാറാണ്. ചുരിദാറല്ല ആക്ച്വലി, ഇത് ഞാൻ പീസസ് പുട്ട് ടുഗെദർ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഔട്ട്ഫിറ്റാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതും കൂടെ ഞാൻ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ആ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് തൊട്ട് അതിൻ്റെ സ്റ്റിച്ചിങ്, പിന്നെ അതിൻ്റെ എല്ലാ ഡീറ്റെയിലിങ്ങും ഞാൻ ചെയ്തിരിക്കുന്നത്, പിന്നെ അതിനെ മിക്സ് ആൻഡ് മാച്ച് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അതുകൊണ്ട് എന്തായാലും സ്റ്റേ ട്യൂൺഡ് ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം നമ്മളുടെ മേക്കപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണാൻ പോകുന്നത്. സോ മേക്കപ്പിലേക്ക് പോകാം. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടൊരു മോയ്സ്ചറൈസർ എപ്പോഴും ഇടണ്ടേ? അതിന് വേണ്ടിയിട്ട് ലാക്മേ പീച്ച് മിൽക്ക് മോയ്സ്ചറൈസറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് എൻ്റെ ഫേസിൽ ഡോട്ട് ഡോട്ട് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണ്. എന്നിട്ടൊന്ന് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. നെക്ക് ഏരിയയിലും കൂടെ ഇത് അപ്ലൈ ചെയ്യുക, ഒരിക്കലും അത് മറക്കരുത്. പ്രൈമറായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആലോവേര ജെല്ലാണ്. നേച്ചേഴ്സിൻ്റെ മോയ്സ്ചറൈസിങ് ആലോവേര ജെല്ലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതും നേരത്തെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത അതേ മെത്തേഡിൽ ഡോട്ട് ഡോട്ട് ആയിട്ട് നമ്മളുടെ പോർസൊക്കെ ഉണ്ടാവുന്ന സ്ഥലത്ത് അപ്ലൈ ചെയ്യുക, എന്നിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഞാൻ ഫൗണ്ടേഷനായിട്ട് എടുത്തിരിക്കുന്നത് മെയ്ബിലിൻ ന്യൂയോർക്കിൻ്റെ മാറ്റ് പോർലെസ് ഫിറ്റ് മീ ഫൗണ്ടേഷൻ ആണ്, ഇൻ ദ ഷെയ്ഡ് ന്യൂഡ് ബേജ്. ഇത് ഫേസിൽ ഡോട്ട് ഡോട്ട് ആയിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു ക്ലീനായ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്യൂട്ടി ബ്ലെൻഡർ വെറ്റാക്കിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ ഭംഗിയിൽ ബ്ലെൻഡായി കിട്ടുന്നതായിരിക്കും. ഫേസിൻ്റെ എല്ലാ സ്ഥലത്തും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുക. ഇയർ ഏരിയ, നെക്ക് ഏരിയ ഒരിക്കലും മറക്കാതിരിക്കുക. ഈ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിലുള്ള ഏത് ടാൽക്കും പൗഡർ യൂസ് ചെയ്താലും മതി. പോൺസ് മാജിക്കിൻ്റെ ഫ്രഷ്നെസ് ടാൽക്കാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതെൻ്റെ ടീ സോണിലാണ് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്നത്. ബിക്കോസ് കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഓയിൽ സെക്രീറ്റ് ചെയ്യുന്ന ഏരിയ അതാണ്. ബാക്കിയുള്ള സ്ഥലത്തും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഞാൻ ഹുഡ ബ്യൂട്ടി പാലറ്റാണ് യൂസ് ചെയ്യുന്നത് ഐ ഷാഡോക്ക് വേണ്ടിയിട്ട്. ഞാൻ അതിൽ നിന്ന് ഷൈൻ എന്ന് പറയുന്ന ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ ക്രീസ് ഏരിയയിൽ അപ്ലൈ ചെയ്യുകയാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് ആക്ട് ചെയ്യുക. ഒരു കംപ്ലീറ്റ് ഐ ഷാഡോ ട്യൂട്ടോറിയൽ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ. അതെന്തായാലും പോയി ഒന്ന് കണ്ടു നോക്കുക. ബിഗിനേഴ്സിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും.
നെക്സ്റ്റ് ഞാൻ ഹെന്ന എന്ന് പറയുന്ന കുറച്ച് കൂടുതൽ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ ഔട്ടർ കോർണറിൽ അപ്ലൈ ചെയ്യുകയാണ്. ഈ രണ്ട് ഷെയ്ഡിനും കുറച്ച് ഷാർപ്പായിട്ടുള്ള എഡ്ജസ് ഉണ്ടാവും. അതൊന്ന് ബ്ലെൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡിങ് ബ്രഷ് യൂസ് ചെയ്യുക. അതിനുശേഷം ബ്ലെസ്ഡ് എന്ന് പറയുന്ന ഒരു ഷിമർ ഷെയ്ഡ് എൻ്റെ ഫിംഗർ ടിപ്സ് വെച്ച് ഞാൻ എൻ്റെ ഐലിഡ്സിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഷിമറി ഷെയ്ഡ് ഏറ്റവും പിഗ്മെൻറ്റഡ് ആയി കിട്ടുക നമ്മൾ ഫിംഗർ ടിപ്സ് വെച്ച് അപ്ലൈ ചെയ്യുമ്പോഴാണ്. ഷിമറി ഷെയ്ഡും ട്രാൻസിഷൻ ഷെയ്ഡ്സും ഒരു ഹാഷ് ലൈൻ ഫോം ചെയ്തിട്ടുണ്ടാവും. അതും കൂടി ഒന്ന് ബ്ലെൻഡ് ഔട്ട് ചെയ്യുക. അതിനുശേഷം മൂൺ ഡസ്റ്റ് എന്ന് പറയുന്ന കുറച്ചൊരു സിൽവർ കളേർഡ് ആയിട്ടുള്ള ഷിമർ ഷെയ്ഡ് ഞാൻ എൻ്റെ ഇന്നർ കോർണറിൽ അപ്ലൈ ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ എൻ്റെ ഫേവറേറ്റ് സ്റ്റേക്ക് വർക്കി ബാഡാസ് കാജൽ വെച്ചിട്ട് എൻ്റെ ലോവർ വാട്ടർ ലൈൻ ഡ്രോ ചെയ്യുകയാണ്. വാട്ടർ ലൈൻ നല്ല രീതിയിൽ ഡ്രോ ചെയ്തതിന് ശേഷം ലാഷ് ലൈനിലും കൂടി അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ കാജൽ സ്റ്റിക്ക് വെച്ചിട്ട് എൻ്റെ അപ്പർ ലാഷ് ലൈനിലും കൂടെ ഞാൻ ഡ്രോ ചെയ്ത് കൊടുക്കുകയാണ്. ഇന്നർ ഏരിയയിൽ തിന്നായിട്ടും ഔട്ടർ ഏരിയസിലേക്ക് പോകുമ്പോൾ തിക്കായിട്ടുമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ലോവർ ലാഷ് ലൈൻ ഒന്ന് സ്മോക്ക് ഔട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ച് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് സ്മോക്ക് ഔട്ട് ചെയ്യുക. ആൻഡ് ഫൈനലി നമ്മളുടെ ലോട്ടസ് മേക്കപ്പിൻ്റെ മസ്കാരയും കൂടെ അപ്ലൈ ചെയ്യുക. മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ ഐ ലാഷസ് കുറച്ച് കൂടുതൽ ഫുള്ളായ ഒരു കംപ്ലീറ്റ് ലുക്ക് കൊടുക്കുന്നതായിരിക്കും. അതിനുശേഷം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മൂൺ ഡസ്റ്റ് എന്ന് പറയുന്ന ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ ബ്രൗ ബോൺസിൽ അപ്ലൈ ചെയ്യുകയാണ്. എൻ്റെ ഐബ്രോസ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് ട്രഫിൾ എന്ന് പറയുന്ന ബ്ലാക്ക് ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഐ ഷാഡോ പാലറ്റിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ ഷെയ്ഡ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം കളർ ഷോയിൻ്റെ ബ്ലഷാണ് അപ്ലൈ ചെയ്യുന്നത്. കുറച്ച് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ഇതിന്. ആൻഡ് ഫൈനലി ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. അതിന് വേണ്ടിയിട്ട് ഞാൻ മേബ്ലിൻ ന്യൂയോർക്കിൻ്റെ പൗഡർ മേഡ്സിൻ്റെ ഹണി ചെറി എന്ന് പറയുന്ന ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. സോ എല്ലാവരും മേക്കപ്പ് ലുക്ക് കണ്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കുറച്ച് ഹെവി ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ബിക്കോസ് വൈറ്റിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക് ആകുമ്പോൾ നമ്മളുടെ ഫേസിലോട്ടേക്കായിരിക്കും അട്രാക്ഷൻ പോവുക, നോട്ട് ദ വൈറ്റ് കളർ ഓഫ് ദി ഡ്രസ്. സോ അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ടും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. കുറച്ചൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ലുക്ക് കൊണ്ടുപോകാൻ പറ്റുക. ഫംഗ്ഷൻ മാത്രമല്ല, നമുക്ക് കോളേജിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഇവൻറ്റ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടി അങ്ങനത്തെ ഫംഗ്ഷൻസ് നല്ല രീതിയിൽ തന്നെ ഒരു പുട്ട് ടുഗെദർ ലുക്ക് ആയിരിക്കും ഈ ഒരു മേക്കപ്പ് ലുക്ക്. സോ ഇനി മെറ്റീരിയലിനെ പറ്റിയിട്ട് ഔട്ട്ഫിറ്റിനെ പറ്റിയിട്ടൊക്കെ പറയാം. ഞാൻ ഔട്ട്ഫിറ്റ് എടുക്കാൻ പോയത് ഒരു വൈറ്റ് കുർത്തിയായിരുന്നു. റെഡിമെയ്ഡ് ആയിട്ടല്ല എനിക്കിഷ്ടം, എനിക്കത് സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ മെറ്റീരിയലാണ് എടുക്കാൻ പോയത്. മെറ്റീരിയൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് തന്നെ എടുക്കണം എന്നായിരുന്നു എനിക്ക്. ബിക്കോസ്
എനിക്ക് എൻ്റെ വീഡിയോസിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റ്സ് ആണ് കാണിക്കേണ്ടത്, അല്ലാണ്ട് ഭയങ്കര ഓവർ ദ ടോപ്പ് ആയിട്ടുള്ളതൊന്നും ഞാൻ ആക്ച്വലി പ്രിഫറും ചെയ്യുന്നില്ല. എനിക്ക് കുറച്ചൊരു അഫോർഡബിൾ റേഞ്ചാണ് ഇഷ്ടം. സോ ഞാൻ പോയി എനിക്കൊരു തുണി ഇഷ്ടമായി. അതിൻ്റെ ഒരു റേറ്റ് 180 റുപ്പീസ് ആയിരുന്നു പെർ മീറ്റർ. എനിക്ക് 2 മീറ്റേഴ്സ് ആയിരുന്നു വേണ്ടത്. ആ ഒരു രീതിയിൽ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ലെങ്ത്തിലായിരുന്നു എനിക്ക് വേണ്ടത്. എനിക്ക് ഷോർട്ടായിട്ട് ഇഷ്ടമല്ല. സോ ഞാൻ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ 180 റുപ്പീസിന് ആ ഒരു മെറ്റീരിയൽ 2 മീറ്റേഴ്സ് എടുക്കുക ചെയ്തത്. പിന്നെ പ്ലസ് അതിൻ്റെ ലൈനിങ്ങും കൂടെ ആയിട്ട് ടോട്ടൽ ഓഫ് 460 റുപ്പീസ് ആയിരുന്നു ഞാൻ ആ ഔട്ട്ഫിറ്റിൻ്റെ മെറ്റീരിയലിന് വേണ്ടി മാത്രം പർച്ചേസ് ചെയ്യാൻ കൊടുത്തത്. പ്ലസ് ആ ഒരു മെറ്റീരിയൽ എനിക്ക് തയ്ച്ച് കിട്ടിയത് 250 റുപ്പീസിനായിരുന്നു. അപ്പോൾ 460 പ്ലസ് 250 ആണ് ഇപ്പോൾ മെറ്റീരിയൽ പ്ലസ് സ്റ്റിച്ചിങ്ങിനായിട്ടുള്ളത്. അതിനുശേഷം ഞാനിത് പെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു ലെഗിങ്സും പിന്നെ എൻ്റെ അമ്മയുടെ ഷോളും എടുത്തിട്ടാണ്. ഞാൻ അത്ര ഷോളൊന്നും ഉപയോഗിക്കാത്ത ആളായതുകൊണ്ട് എനിക്ക് അത്ര കളക്ഷൻ ഇല്ല. അതുകൊണ്ട് എന്തായാലും അമ്മയുടെ വാർഡ്രോബിൽ നിന്ന് കട്ടെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും കയ്യിൽ ഇഷ്ടമില്ല കളേഴ്സ് വെച്ചിട്ട് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് ഈ വൈറ്റ് എന്ന് പറയുന്ന കളർ. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു വൈറ്റ് കുർത്തി ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ആൻഡ് ചാർജിലേക്ക് പോകുമ്പോൾ എൻ്റെ ലെഗിങ്സിന് അറൗണ്ട് 300 ആയിട്ടുണ്ടാവും. ആൻഡ് അമ്മയുടെ ഷോള് ചിലപ്പോൾ റെഡിമെയ്ഡ് ആയിട്ട് അമ്മ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് തുണിയെടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ഷോൾ ചെയ്യാറുണ്ട്. സോ അവിടെയും ഒരു 300 തന്നെ നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാം. സോ ഈ ഒരു കംപ്ലീറ്റ് ഔട്ട്ഫിറ്റിന് വേണ്ടിയിട്ട് എനിക്ക് വന്നിരിക്കുന്ന കോസ്റ്റ് 1310 ആണ്. നിങ്ങൾക്ക് എന്തായാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ എന്തായാലും കരുതുന്നു. ബിക്കോസ് നമ്മൾക്കിപ്പോൾ ഇതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ്. പക്ഷേ ഒരു കാര്യം, ഇപ്പോൾ കുർത്തി മാത്രം അടിച്ചു കഴിഞ്ഞാൽ ബാക്കി ലെഗിങ്സ് എല്ലാം എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുന്നതാണ്, ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. സോ എന്തായാലും ബാക്കിയുള്ളത് നമ്മുടെ കയ്യിലുണ്ടാവും. നമുക്ക് ജസ്റ്റ് മിക്സ് ആൻഡ് മാച്ച് ചെയ്താൽ മതി. എന്തായാലും അഫോർഡബിൾ റേറ്റിൽ തന്നെ നമ്മൾ മെറ്റീരിയലും അതൊക്കെ ചൂസ് ചെയ്യുക. നമുക്ക് ഇനിയും ചീപ്പർ റേറ്റ്സിലെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിന് ആ ഒരു റേറ്റ് ആയിരുന്നു. ഇനി ഔട്ട്ഫിറ്റ് കാണാൻ മാത്രമല്ലേ ബാക്കിയുള്ളൂ, അത് കണ്ടിട്ട് വരാം. കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു കോമ്പിനേഷൻ ആണ് എടുത്തിരിക്കുന്നത്. ഭയങ്കര എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഭയങ്കര പ്രിറ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിൽറ്റേഴ്സും ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ബിക്കോസ് ബഡ്ജറ്റ് വൈസ് ഞാൻ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ കവർ ചെയ്യാത്ത ഒരു കാര്യം ഹെയർ സ്റ്റൈലിനെ പറ്റിയാണ്. ഹെയർ സ്റ്റൈൽ ഞാൻ എൻ്റെ കേളി ഹെയർ സ്റ്റൈൽസ് വീഡിയോ ചെയ്ത അതേ ഹെയർ സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത്. ഒരു മിഡിൽ പാർട്ടീഷൻ എടുത്തു, അതിൽ നിന്ന് സൈഡ്സിൽ നിന്ന് കുറച്ചൊരു ഹെയർ എടുത്ത് ബാക്കിൽ ടിക് ടാക്ക് ക്ലിപ്പ് വെച്ച് സെക്യൂർ ചെയ്തു. ഇറ്റ്സ് ആസ് ഈസി ആസ് ഇറ്റ് ലുക്സ്. അത്ര എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണിത്. പിന്നെ ഈ കമ്മലിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇയറിംഗ് കളക്ഷൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എവിടുന്ന വാങ്ങിയ ചേച്ചി എന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റ്സ് വരാറുണ്ട്. അപ്പോൾ അവരോട് എല്ലാവരോടും പറയാം, ഞാൻ എൻ്റെതൊന്നും ഓൺലൈനായിട്ടല്ല വാങ്ങാറ്, ഞാൻ എല്ലാം ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങാറ്. ടൗണിലുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങാറ്. അതുകൊണ്ടാണ് എനിക്ക് ലിങ്ക്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറിംഗ്സ് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ പിന്നെ എന്തിനാണ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങുന്നതല്ലേ. എന്തായാലും ഓൺലൈനായിട്ട് വാങ്ങിയിട്ട് എപ്പോഴെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ കുഞ്ഞി ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും സജഷൻസ് കമന്റ് ബോക്സിൽ പറയുക. പുതിയതായിട്ട് കാണുന്ന എല്ലാവരും കമന്റ്സ് ഇടാൻ എന്തായാലും ശ്രമിക്കുക. നിങ്ങളുടെ എല്ലാ സജഷൻസും എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ടാണ് ഞാൻ ഓരോ വീഡിയോസും എടുക്കാൻ വിചാരിക്കുന്നതും ഓരോന്നും സ്കെഡ്യൂൾ ചെയ്ത് ചെയ്യുന്നത്. സോ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനിയും കുറേ നല്ല വീഡിയോസുമായി കാണുന്നത് വരെ ദിസ് ഇസ് മീ അഭിന സൈനിങ് ഓഫ്. ബൈ. Love you all.